ഹായ് എവരിവൺ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കമ്പൈലർ ഡിസൈൻ്റെ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ നോക്കുന്നത് മെയ് 2024 ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ പ്രീവിയസ്, അതായത് ഇപ്പം മുന്നത്തെ എക്സാമിൻ്റെ പ്രോപ്പറായിട്ടുള്ള റെഗുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 1-ൻ്റെയും മോഡ്യൂൾ 2-ൻ്റെയും കൺസെപ്റ്റ്സാണ്. മോഡ്യൂൾ 1ഉം 2 എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മോഡ്യൂൾസാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. 5 എന്ന് പറയുന്നതും കൂടുതൽ തിയറി ഓറിയൻറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ തിയറി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മോഡ്യൂൾസ് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1 and 2 ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന് ഉടനെ 3ഉം 4ഉം 5യുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി തിയറി റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോട്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ നിന്നോ ഒക്കെ കണ്ടെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊരു പാടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ന്യൂമറിക്കൽസായിട്ട് ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എനിക്ക് 25th നമ്മളുടെ എക്സാം. അപ്പോൾ അതിന് നല്ല രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് റെഗുലർ എഴുതി പാസ്സാവുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. സപ്ലിമെൻ്ററിയിലോട്ട് പോകുന്നതിനേക്കാളും ഒരു എക്സാമും സപ്ലി വരെ കൊണ്ട് എത്തിക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി S7 എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേസ്മെൻറ്റ് സെം ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലെസ് അരിയേഴ്സ് ഉള്ള രീതിയിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ കഥയൊക്കെ നിർത്താം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. സോ മോഡ്യൂൾ 1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലെക്സിം ടോക്കൺ പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, അത് തന്നെയാണ് ഈ ഒരു മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ 3 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ലെക്സിം ടോക്കൺസ് പാറ്റേൺ എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോഴ്സ് ലാംഗ്വേജിനെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ലെക്സീമും ടോക്കണും പാറ്റേണുമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഡെഫിനിഷൻ നിങ്ങൾ ചെയ്തോണം. ഇപ്പോൾ 3 മാർക്കിൽ ചിലപ്പോൾ ഒരു 1.5 മാർക്ക് അതിനുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലെക്സീം ഒരു ടേബിൾ വരയ്ക്കണം കേട്ടോ. ലെക്സീം ടോക്കൺസ് ആൻഡ് പാറ്റേൺ. ലെക്സീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരുവാണെങ്കിൽ അതിലെ ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെ നമ്മൾ ലെക്സീം എന്ന് പറയും. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടോക്കൺസ് നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. ഐഡൻറ്റിഫയർ, ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഡീലിമിറ്റർ, ബ്രാക്കറ്റ്സ്, ഇങ്ങനത്തെ സാധനത്തിനൊക്കെ നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ടോക്കണെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനാണ് നമ്മൾ പാറ്റേൺ കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു സാധനം കാണുമ്പോഴത്തേനും അതൊരു ഐഡൻറ്റിഫയർ ആണോ അല്ലയോ നമുക്ക് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ഇപ്പോൾ ഒരു സാധനം ഐഡൻറ്റിഫയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിഗിൻസ് വിത്ത് എ ലെറ്റർ ആൻഡ് ദെൻ ഇറ്റ് വിൽ ഹാവ് എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. പിടികിട്ടിയോ? അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമുക്ക് അവരെ ആ ഒരു ടോക്കണായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ പാറ്റേണിൽ യൂഷ്വലി എഴുതിപ്പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാവേ. ഇവിടെ ഈ ഒരു എൻറ്റയർ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ ലെക്സിയുമായിട്ട് എഴുതിയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൽ വരും, പിന്നെ ബ്രാക്കറ്റ് വരും, ഈ ഒരു ബ്രാക്കറ്റ് വരും. രണ്ട് ഞാൻ ഒരുമിച്ച് എഴുതുവാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇൻഡിവിജ്വലായിട്ട് എഴുതാം. എ ഗ്രേറ്റർ ദാൻ ബി, ഈ ഒരു ഇത് റിസൾട്ട് ഇസ് ഈക്വൽ ടു പ്ലസ് കോളന്. അത് കഴിഞ്ഞേച്ച് ഞാൻ കുറച്ചൊന്ന് താട്ട് നീക്കുവാണ്. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മളുടെ ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ, അതായത് വൈല് ബ്രാക്കറ്റ് എ ഗ്രേറ്റർ ദാൻ ബി, പിന്നെ നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കേർലി ബ്രേസസ് തുടങ്ങുന്നു, റിസൾട്ട് ഈക്വൽ ടു എ പ്ലസ് എ ഓൾറെഡി എഴുതി, അതുകൊണ്ട് നമ്മൾ എ പിന്നെ എഴുതുന്നില്ല കേട്ടോ, പ്ലസ് സെമി കോളണ്, പിന്നെ ഈ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ്. ഓക്കെ, കേർലി ബ്രേസസിൻ്റെ ക്ലോസിങ്. ഇത്രയുമാണ് നമ്മളുടെ ലെക്സീംസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓരോ ലെക്സീമിനെയും ഏത് കാറ്റഗറി ഓഫ് ടോക്കൺ ആണ് എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വൈൽ കീവേഡ് ആണല്ലേ. കീവേഡിനെ നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ബൈ ദാറ്റ് വേർഡ് ഇറ്റ് സെൽഫ്. അത് നമുക്കൊരു പ്രത്യേക പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാറ്റേണിൻ്റെ സെക്ഷനിൽ വൈൽ എന്ന് തന്നെ നമുക്ക് ഇടാം. ഓക്കെ, ഇനി ബ്രാക്കറ്റ്സ്
ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ബ്രാക്കറ്റ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. എല്ലാത്തിനെയും ബ്രാക്കറ്റ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇതും ബ്രാക്കറ്റാണ്. ദിസ് ഇസ് ഓൾസോ എ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്താണ്, നമുക്ക് ബ്രാക്കറ്റിനെ ഇവിടെ ഇപ്പം ഈ ഒരു കേസിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ഇതാണല്ലോ നമ്മളുടെ പാറ്റേൺ. അതായത് നമ്മളുടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രേസസ്, അതാണ് നമുക്കിവിടെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ അതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഇത് ഓറാണ് കേട്ടോ. ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഓറാണ്. നമ്മൾ ഈ ഒരു ലൈൻ എടുത്തില്ലേ, അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അത് കൺഫ്യൂസ് ചെയ്തിരിക്കരുത് എന്താണെന്നുള്ളത്. ഓക്കെ, എന്താണ്, എയും ബിയും റിസൾട്ടും എന്താണ്, ഐഡൻറ്റിഫയേഴ്സ് ആണല്ലേ. അപ്പം എ ഒരു ഐഡൻറ്റിഫയർ ആണ്, ബി ഒരു ഐഡൻറ്റിഫയർ ആണ്, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നതും ഒരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടി ചെയ്യാം. ഇപ്പോൾ എയും ബിയും റിസൾട്ടും ഒക്കെ ഇങ്ങനെ കോമ ഇട്ട് ഒരുമിച്ചിടാം, ബിക്കോസ് ദേ ഫോളോ അണ്ടർ ദ സെയിം ടോക്കൺ. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐഡൻറ്റിഫയർ എങ്ങനെയാണ് നമുക്ക് പാറ്റേൺ ചെയ്യാനായിട്ട് പറ്റുക? ഐഡൻറ്റിഫയർ എങ്ങനെയാണ്, ലെറ്റർ, അത് കഴിഞ്ഞിട്ട് ലെറ്റർ ഓർ ഡിജിറ്റ്, ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. അതായത് എനിക്ക് വേണമെങ്കിൽ എ എന്ന് എഴുതാം, A9 എന്ന് എഴുതാം, B9 എന്ന് എഴുതാം. അപ്പം ഐഡൻറ്റിഫയറിന് ഉള്ള പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെറ്റർ വെച്ച് തുടങ്ങണം. ഓക്കെ, ലെറ്റർ വെച്ച് തുടങ്ങണം. പിന്നെ ഇറ്റ് ക്യാൻ ഐദർ ഹാവ് ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ് ഓർ ഇറ്റ് ക്യാൻ ഹാവ് നൺ. പിടികിട്ടിയോ? ഒരു ആൽഫബറ്റ് ഒക്കെ ആണെങ്കിലും ഇറ്റ് ഈസ് ഫൈൻ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള ഐഡൻറ്റിഫയേഴ്സിൻ്റെ അടുത്തും നിങ്ങൾക്കത് എടുത്ത് എഴുതാവുന്നതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫയേഴ്സിന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് എന്താണുള്ളത്? ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട് അല്ലേ. ആ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളിന് നമ്മൾ എന്താണ് പറയുന്നത്? റിലേഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റർ, അതായത് കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്പറേറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ആയിട്ടൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഗ്രേറ്റർ ദാൻ കാണുമ്പോഴത്തേനുമാണ് നമുക്ക് ഈ ഒരു സാധനമാണെന്നുള്ളത്. സോ അത് ആസ് സച്ച് ആയിട്ട് എഴുതിയാൽ മതി. ഇനി ഈക്വൽ ടു ആണ് നമ്മളുടെ നെക്സ്റ്റ് വരുന്നത്. അതുവരെയുള്ള എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു എന്താണ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ് അല്ലേ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഈക്വൽസ് എന്നുള്ള ഒരു എന്താണ് മീനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ് നമ്മൾ ടോക്കൺ വരുന്നത്. ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദാറ്റ്? ബൈ ഈക്വൽ ടു. സൈൻ ഈക്വൽ ടു കാണുമ്പോഴത്തേനും ഓക്കെ അത് ഈക്വൽസ് ആണ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ് ഇവരോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പം പ്ലസ് എന്താണ്? അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ് അല്ലേ. അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ്. അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേനും പ്ലസ് കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും അത് അഡീഷൻ ആണ് എന്നുള്ളത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സെമിക്കോളൻ ഇസ് എ ഡീലിമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ലൈൻ കൺക്ലൂഡ് ചെയ്തു എന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഡീലിമിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എഴുതി നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്, എന്താണ് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയെന്നല്ല അർത്ഥം. സെയിം തിങ് വിത്ത് സെമിക്കോളൻ ഹിയർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ലെക്സീമും ടോക്കണും പാറ്റേണുമായിട്ട് എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്കിപ്പം ടോക്കണും പാറ്റേണൊക്കെ എഴുതാൻ കൺഫ്യൂഷൻ ഉണ്ടെന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന രീതിക്ക് എഴുതി വെക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പാർട്ട് ബിയിലെ എന്താണ് ഈ ഒരു കമ്പൈലർ ഡിസൈൻ്റെ മോഡ്യൂൾ 1 ടോപ്പിക്കാണ്. ആസ് ഐവ് മെൻഷൻ ഫേസസ് ഓഫ് എ കമ്പൈലർ എന്ന് പറയുന്നത് വളരെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഓരോ ഫേസിലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഞാൻ സ്പീഡിലൊന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ ഫേസ് 1 ഏതാ? ഫേസ് 1 എന്ന് പറയുന്നത് എന്താണ്? ലെക്സിക്കൽ അനാലിസിസ് ആണല്ലേ. ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ടോക്കൺ ആണല്ലേ ഈ ഒരു സംഭവം, ഈ നമുക്ക് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ടോക്കണൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് 1 നമുക്ക് കിട്ടിയേക്കുന്ന സംഭവം C is equal to സം മൈനസ് റോ ഇൻറ്റു 10. ഇനി ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിച്ചു നോക്കാനായിട്ട് ഓർത്തോണം. കാരണം നമ്മൾ ചിലപ്പോൾ പഠിച്ച ഒരു സാധനം ആയിരിക്കില്ല എപ്പോഴും നമുക്ക് ചോദിക്കാമെന്നുള്ളത്. ഇവിടെ അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഷോ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അറ്റ് ഈച്ച് കമ്പൈലർ ഫേസ് ആൻഡ് അസ്യൂം സി സം ആൻഡ് റോ. നമുക്കിവിടെ കൊടുത്തേക്കുന്ന ഈ 3 ഐഡൻറ്റിഫൈസും ദി ആർ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾസ്.
ഓക്കെ, അതൊക്കെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റൊക്കെ ക്യാച്ച് ചെയ്യത്തുള്ളൂ കേട്ടോ. ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടോക്കണൈസേഷനാണ്, ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എത്ര ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്? സി ഒരു ഐഡൻറ്റിഫയർ ആണ്, സം ഒരു ഐഡൻറ്റിഫയർ ആണ്, റോ ഒരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഐഡൻറ്റിഫയർ ആണെന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുന്നത്? ഫസ്റ്റ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് സി ആണല്ലേ, ഈക്വൽസ്. സെക്കൻഡ് ഐഡൻറ്റിഫയർ എന്താണ്? സം ആണല്ലേ. അത് കഴിഞ്ഞേച്ചു മൈനസ്. തേർഡ് ഐഡൻറ്റിഫയർ റോയാണ്, മൾട്ടിപ്ലിക്കേഷൻ. ദെൻ 10 നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ എന്താണ് ടോക്കണൈസ് ചെയ്യുമ്പോഴത്തേനും ഐഡൻറ്റിഫയേഴ്സിന് നമ്മൾ നമ്പർ ഇട്ട് ടോക്കണൈസ് ചെയ്യും. ബിക്കോസ് എന്താണ് അതിൻ്റെ വാല്യൂവും അതിൻ്റെ കറസ്പോണ്ടിങ് നെയിമും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഓപ്പറേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ ആയിക്കോട്ടെ അവർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അതിന് ടോക്കൺ നമ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇനി അടുത്തത് സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസ് നമ്മളുടെ സിൻടാക്സ് അനലൈസ് ചെയ്യുവാണല്ലേ. സിൻടാക്സ് അനാലിസിസ് ആണ്. സിൻടാക്സ് അനാലിസിസിൻ്റെ എന്താണ് ടുവേർഡ്സ് ദി എൻഡ് വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ദാറ്റ് വി ആർ റിസീവിങ്? വി വിൽ റിസീവ് എ സിൻടാക്സ് ട്രീ, റൈറ്റ്? അപ്പം സിൻടാക്സ് ട്രീ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ ഈക്വൽ ടു, ഓക്കെ, ഈക്വൽ ടുവിൻ്റെ നമ്മളുടെ ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാമെന്നാണ് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നമുക്ക് റെഫർ ചെയ്യും. ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലോട്ടുള്ളതിന് ലെഫ്റ്റ് ഓഫ് ദി ട്രീയിലും റൈറ്റിലോട്ടുള്ളതിന് റൈറ്റ് ഓഫ് ദി ട്രീയിലും ഇടണം. അപ്പോൾ നമുക്ക് ആദ്യമേ ലെഫ്റ്റിലാകെ ഒരൊറ്റ കോമ്പണൻറ്റ് ഉള്ളൂ, നമുക്ക് ലെഫ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ എന്താണുള്ളത്? ID1 ആണ് നമുക്കുള്ളത്. സോ ഐ എം ജസ്റ്റ് കംപ്ലീറ്റിങ് ഇറ്റ്. ഓക്കെ, ലെഫ്റ്റ് ഭാഗം കഴിഞ്ഞ് ഈക്വൽ ടുവിൻ്റെ. ഇനി റൈറ്റ് ഭാഗം എഴുതുന്നതിന് മുൻപ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യമേ കാണുന്ന ഓപ്പറേറ്റർ ഏതാ നോക്കണം. ഓക്കെ, നമുക്കിവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഈ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ടുള്ള എലമെൻസിനെ ഇനി അടുത്തതായിട്ട് എഴുതുക. അപ്പോൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പറേറ്റർ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? ID2 ആണുള്ളത് അല്ലേ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ളതിനെ എടുത്തെഴുതുക. നമുക്ക് റൈറ്റ് സൈഡിൽ അഗൈൻ മൾട്ടിപ്പിൾ ടേംസ് ഉണ്ട് ആൻഡ് ജസ്റ്റ് ചെക്ക് ഫോർ എൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എഗെയിൻ നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പം ഇങ്ങനെ ട്രീ വരയ്ക്കുമ്പോൾ പാഴ്സ് ട്രീ വരയ്ക്കുമ്പോഴത്തേന് ഓപ്പറേറ്റേഴ്സാണ് നമ്മളുടെ റൂട്ട് നോട്ട്സ് ആയിട്ട് വരുന്നത്. ലീഫ് നോട്ട്സ് ആയിട്ട് ഒന്നെങ്കിൽ ഐഡൻറ്റിഫയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസ്റ്റൻസോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഐഡൻറ്റിഫയർ നമ്പർ 3 ആണ് ആൻഡ് റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻറ്റ് 10 ആണ്. ഇങ്ങനെയാണ് നമ്മൾ സിൻടാക്സ് ട്രീ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഫേസ് 3 എന്താണ്? ഫേസ് 3 സിമാൻറ്റിക് അനാലിസിസ്. ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, സിയും സമ്മും റോയും ഒക്കെ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾസ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ എടുക്കാം. ഓക്കെ, ഈ ഒരു നമ്മളുടെ പാഴ്സ് ട്രീ എടുക്കാം. അപ്പോൾ പാഴ്സ് ട്രീയിൽ എങ്ങനെയാണ്? പാഴ്സ് ട്രീയിൽ നമ്മൾക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ഇത് ഫ്ലോട്ടാണ്. ഈ ഒരു വേരിയബിൾ, ഈ ഒരു ഐഡൻറ്റിഫയർ ഫ്ലോട്ടാണ്, ഇത് ഫ്ലോട്ടാണ് ആൻഡ് ഇത് ഫ്ലോട്ടാണ്. പക്ഷേ ഇത് ഫ്ലോട്ടാണോ? അല്ല. ഇതെന്താണ്? ഇത് ഇൻറ്റീജർ ആണല്ലേ. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളിവിടെ ഒരു കൺവേർഷൻ കൊടുക്കും. ഓക്കെ, ഇൻറ്റു ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കൺവേർഷൻ സ്റ്റെപ്പ് കൊടുക്കും. അപ്പോൾ ഇൻറ്റു ഫ്ലോട്ട്. ഓക്കെ, ഇൻറ്റു ഫ്ലോട്ട് എന്ന് പറഞ്ഞ് ഞാനിവിടെ കോൾ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു 10നെ ഈ ഒരു ആർഗ്യുമെൻറ്റിലോട്ട് ഞാൻ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വാട്ട് വിൽ ഐ ഗെറ്റ് ഹിയർ? എനിക്കിവിടെ ഒരു ഫ്ലോട്ട് നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊരു ഇൻറ്റാണ്. എനിക്ക് ഈ ഒരു ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു ഫ്ലോട്ട് നമ്പർ കിട്ടും. അതായത് 10.0 പോലത്തെ ഒരു നമ്പർ കിട്ടും. ഫ്ലോട്ട് ഇൻറ്റു ഫ്ലോട്ട് ഇസ് ഫ്ലോട്ട് തന്നെ ആൻസർ കിട്ടും. എഗെയിൻ ഫ്ലോട്ട് ഇൻറ്റു ഫ്ലോട്ട് നമുക്ക് ഫ്ലോട്ടിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടും. അപ്പം ഫ്ലോട്ട് രണ്ടും സെയിം ടൈപ്പാണ്. അപ്പോൾ ടൈപ്പ് വിത്ത് റെസ്പെക്ട് ടു ടൈപ്പ് നമുക്കിവിടെ ഒരു ഇഷ്യൂസ് വരത്തില്ല. ഇതാണല്ലോ നമ്മുടെ സിമാൻറ്റിക് അനാലിസിസിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫേസ് 4 ആണ്. വാട്ട് ഈസ് ഫേസ് 4? ഫേസ് 4 എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ.
ഓക്കെ, നമ്മളുടെ ടെമ്പററി വേരിയബിൾസ് ആയ T1 T2 അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുവാണ്. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും താഴേന്ന് തുടങ്ങുക, നമ്മളുടെ പാസ് ട്രീയുടെ താഴേന്ന് തുടങ്ങുക. ഫസ്റ്റ് വൺ നമുക്കിവിടെ ഉള്ളത് T1 ആണല്ലേ. T1 ഇസ് ഈക്വൽ ടു എന്താണ്, ഇൻറ്റു ഫ്ലോട്ട് ഓഫ് എന്താണ് 10 ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതായത് വിച്ച് ഇസ് നത്തിങ് ബട്ട് 10.0, ഓക്കെ, ഈക്വൽ ഇൻറ്റു 10.0. T2 എന്താണ്, അപ്പം ഇവിടുത്തെ ഈ ഒരു ഇത്രയും ഏരിയ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് വിൽ ബി മൈ T2? മൈ T2 വുഡ് ബി മൾട്ടിപ്ലൈ ഐഡൻറ്റിഫയർ 3 വിത്ത് T1. അപ്പം ഇത്രയും സാധനം നമ്മളുടെ T1 ആണല്ലേ, ഇത്രയും സാധനം നമ്മളുടെ ഐഡൻറ്റിഫയർ 3 ആണല്ലേ, ഐഡൻറ്റിഫയർ 3. ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് T3 നോക്കിക്കേ. T3 എന്താണ്, ഇത്രയും സംഭവം നമ്മളുടെ T2 ആണല്ലേ, ഇത്രയും സാധനം നമ്മളുടെ T2 ആണ്. അതിനെ ഐഡൻറ്റിഫയർ 2 വെച്ചിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. ഐഡൻറ്റിഫയർ 2 മൈനസ് T2. ഓക്കെ, ഇനി നെക്സ്റ്റ് T4 എന്താണ്, T4 നോക്കിക്കേ. ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ T3. ഓക്കെ, ഇത്രയും സാധനമാണ് നമ്മൾ T3. അതിന് ഈക്വേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് എങ്ങോട്ട്, ഫസ്റ്റ് ഐഡൻറ്റിഫയറിലോട്ട്. സോ വി ഡു നോട്ട് നീഡ് സംതിങ് കോൾഡ് T4, കാരണം ഐഡൻറ്റിഫയറിലോട്ട് നമ്മൾ നേരെ കയറ്റുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഓക്കെ, ഇനി ഈ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷന് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ നല്ല രീതിക്കാണോ ഇതേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല. എനിക്കിതിനെ കുറച്ചുകൂടെ കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ദെയർ കംസ് ആർ phase 5. സോ phase 5 എന്താണ് നടക്കുന്നത്, phase 5 നമ്മൾ എന്താണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ എടുത്ത് ഒന്നോടൊന്ന് മിനുക്കുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ ഒന്നോടൊന്ന് മിനുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ phase 5 അതായത് ഒപ്റ്റിമൈസേഷൻ, ഓക്കെ, കോഡ് ഒപ്റ്റിമൈസേഷൻ നമ്മുടെ phase 5 വരുന്നത്. കോഡ് ഒപ്റ്റിമൈസേഷനിൽ എങ്ങനെയാണ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്കൊന്ന് ചുരുക്കി എഴുതാൻ പറ്റുക, നമുക്ക് T1 10 ഫ്ലോട്ട് എന്ന് പറഞ്ഞ് എഴുതുന്നതിനേക്കാളും 10ൻ്റെ നമ്പർ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ അല്ലേ. അപ്പം ഞാനൊരു T1 എടുക്കുകയാണ്, ID3, ഓക്കെ, ID3 ഇൻറ്റു 10. ഓക്കെ, ഈ T1 പകരം ഞാൻ 10 എന്നുള്ളൊരു 10.0 എന്നുള്ളൊരു വാല്യൂ ഞാൻ നേരെ എടുത്ത് എഴുതുവാണ്. അതായത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എടുത്ത് എഴുതുവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ്, T2 എന്ന് പറഞ്ഞാൽ എന്താണ്, T2 എന്താണ്, ID2 മൈനസ് T2. ഇപ്പോൾ നമുക്ക് ID2 ഉണ്ട്, ID2 മൈനസ് T2 എന്താണ്, നമ്മൾ നേരത്തെ ഇപ്പോഴത്തെ T1 ആണ് അല്ലേ. ഇനി ഇതെല്ലാം ഇങ്ങോട്ടാണ് ഈക്വേറ്റ് ചെയ്യുന്നത്, ID1 ഈക്വേറ്റ് ചെയ്യുന്നത്. സോ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ വേണേൽ ക്രോസ് ചെക്ക് ചെയ്യാം. ഇത്രയും ഇതെന്താണ് 10.0 ആണ്, 10.0 ഇൻറ്റു ID3 അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നേക്കുന്നത് അല്ലേ. ഇനി ഇത്രയും സാധനം, ഓക്കെ, ഈ സാധനം അതായത് നമ്മൾ T1 ഇൻറ്റു ഈ ഒരു ഫ്ലോട്ട് ID2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്താണ് സ്റ്റോർഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഐഡൻറ്റിഫയർ. പിടികിട്ടിയോ? അപ്പം എൻ്റെ ID1 എന്താണ് T3 ആണുള്ളത്. വാട്ട് ഇസ് T3? ID2 മൈനസ് T2 ആണ്. അപ്പോൾ ഈ T3 ഞാൻ എഴുതുന്നതിന് പകരം ID1 ഇസ് ഈക്വൽ ടു ID2 മൈനസ് T2 എന്ന് എനിക്ക് എഴുതത്തില്ലേ. T2 എന്താണ്, ഈ ഒരു സാധനമാണല്ലേ. ഇപ്പോൾ T1 നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് വെറും 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കോഡ് എഴുതാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് നമ്മളുടെ കമ്പൈലറിൻ്റെ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് phase 6. വാട്ട് ഈസ് മൈ കമ്പൈലേഴ്സ് ലാസ്റ്റ് ഫേസ്? ഇറ്റ് ഈസ് കോഡ് ജനറേഷൻ. 3 അഡ്രസ് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് ആദ്യം എന്ന് നോക്കാം. ആദ്യത്തേത് ലോഡ്. എന്തുകൊണ്ടാണ്, രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫയേഴ്സിലോട്ട് സ്റ്റോർ ചെയ്യുവാണ്, ഐഡൻറ്റിഫയേഴ്സിൻ്റെ വാല്യൂ രജിസ്റ്ററിലോട്ടും ആൻഡ് വൈസ് പേഴ്സ് നമ്മൾ ലോഡ് ചെയ്യുവാണ് ചെയ്യുന്നത് ആൻഡ് സ്റ്റോറിങ്. അപ്പം ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ അതിനകത്തോട്ട് കയറ്റുക, സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആ ഒരു രജിസ്റ്ററിൽ നിന്ന് വാല്യൂ തിരിച്ചെടുക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താണ്, അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഹവെവർ ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഴുതാനുള്ളത് എന്താണ്, ലോഡിംഗ് ആണ് അല്ലേ. ലോഡ് ഫ്ലോട്ട് LDF എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലോട്ട് നമ്പേഴ്സിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. R2 ഞാനൊരു രജിസ്റ്റർ R2 എടുക്കുകയാണ്. അതിനകത്തോട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ID3 വാല്യൂ ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ID3 വാല്യൂ ഞാൻ എൻ്റെ രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്
ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ID3നെ 10 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, വി നീഡ് ടു യൂസ് ദ മൾട്ടിപ്ലൈ ഫ്ലോട്ട്. മൾട്ടിപ്ലൈ ഫ്ലോട്ട് ആണ്. വൈ? ബിക്കോസ് ഓൾ ഓഫ് ദം ആർ ഇൻ ഫ്ലോട്ട് പോയിന്റ് ഡെസിമൽസ് ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ എഫ്, വാട്ട് ആൾ ഐ ഷുഡ് മൾട്ടിപ്ലൈ, ഐ നീഡ് ടു മൾട്ടിപ്ലൈ R2 വിത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഓപ്പറൻറ്റിനെ കൊടുക്കുകയാണ് 10.0. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ എൻ്റെ R2 അപ്പോൾ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേനും R2ൻ്റെ വാല്യൂ 10 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് R2 തന്നെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് T1 ഞാൻ എഴുതി കഴിഞ്ഞു. ഇത് എഴുതി കഴിഞ്ഞ് ID3യുടെ വാല്യൂ ഞാൻ എടുത്തു, 10 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ T1 ഇവിടെ R2 രജിസ്റ്റർ 2 ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഞാൻ വേറൊരു രജിസ്റ്റർ എടുക്കുവാണ്. വേറൊരു രജിസ്റ്റർ R3 അല്ലെങ്കിൽ R1 മതി. R1-നകത്തോട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ID2ൻ്റെ വാല്യൂ ഞാൻ ലോഡ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ID2 നിന്നും എനിക്ക് T1നെ സബ്ട്രാക്ട് ചെയ്യണം. T1 എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, രജിസ്റ്റർ 2 അപ്പോൾ വാട്ട് വി നീഡ് ടു ഡു സബ്ട്രാക്ഷൻ ബിറ്റ്വീൻ രജിസ്റ്റർ 1 ആൻഡ് രജിസ്റ്റർ 2. ഓക്കെ, അപ്പം നെക്സ്റ്റ് അടുത്തത് വരുന്നത് സബ്ട്രാക്ഷൻ ആണ്, ഫ്ലോട്ട് സബ്ട്രാക്ഷൻ R1, R2. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് എവിടെയാണ്, ഈ ഒരു ഐഡൻറ്റിഫയറിൽ സ്റ്റോർ ചെയ്യണം. സോ STF, ഐ നീഡ് ടു സ്റ്റോർ ദിസ് വാല്യൂ ഇൻ ID1. ഏത് വാല്യൂ, നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് R1 - R2 ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വാല്യൂ R1 - R2 എന്ന് പറയുന്നത് R1-ലാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പം ഐ നീഡ് ടു സ്റ്റോർ വാട്ട് എവർ വാല്യൂ ഇസ് ദെയർ ഇൻ R1 ഇൻസൈഡ് മൈ ID1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ 3 അഡ്രസ് കോഡ് എഴുതുന്നത്. അപ്പം അത് വളരെയേറെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇൻഫാക്റ്റ് ഒരുപാട് മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് ഇരിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 2-ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മോഡ്യൂൾ 2-ൽ നമുക്ക് കുറച്ചധികം ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ പാർട്ട് എയിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിളാണ് കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് പറഞ്ഞേക്കുന്നത് റൈറ്റ് ദി അൽഗോറിതം ടു റിമൂവ് ലെഫ്റ്റ് റിക്കേർഷൻ. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അൽഗോറിതം ആദ്യമേ ലെഫ്റ്റ് റിക്കേർഷൻ എന്താണെന്നുള്ള ഒരു ലൈനിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് റിക്കേർഷൻ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ലെഫ്റ്റ് റിക്കേർഷൻ എന്താണ്, നമ്മൾ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഫസ്റ്റ് നമ്മളുടെ സ്റ്റാർട്ട് സിമ്പലിൽ തന്നെ ഒരു നോൺ ടെർമിനൽ സിമ്പിളാണ് റൈറ്റ് സൈഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് റിക്കേർഷൻ ആണ് അല്ലേ. ഇത് ഇവിടെ കൊടുത്തിട്ടില്ല, ഈ ഒരു സാധനമൊക്കെ ലെഫ്റ്റ് റിക്കേർഷൻ ആണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുക, നമ്മളിപ്പം A gives A ആൽഫ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക, A gives ബീറ്റ ആൻഡ് A ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ പ്രൊഡക്ഷനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വേർ A ഡാഷ് gives ആൽഫ A ഡാഷ് ബാർ എപ്സിലോൺ. ഓക്കെ, ഈ ഒരു ഫോർമുല മാത്രം നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടും. നമുക്കിവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, E gives E0 S00. അപ്പം നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ലെഫ്റ്റ് റിക്കേർഷൻ ഈ ഗ്രാമറിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ട്. ഇവിടെ നമ്മളുടെ ആൽഫ എന്താണ്, ഇത്രയും സാധനം നമ്മളുടെ ആൽഫയാണ് അല്ലേ, കാരണം ഇത് നമ്മളുടെ എ പോലെ തന്നെ നിൽക്കുന്ന സാധനമാണ്. ഇത്രയും നമ്മളുടെ ബീറ്റ, അതായത് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേർഷനുള്ള പ്രൊഡക്ഷനും രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഇല്ലാത്ത പ്രൊഡക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെയാണ് എനിക്ക് ലെഫ്റ്റ് റിക്കേർഷൻ സോൾവ് ചെയ്ത് എഴുതാൻ പറ്റുക, E gives വാട്ട് ഈസ് മൈ ബീറ്റ ഹിയർ, ബീറ്റ ഈസ് 00 അല്ലേ, 00. E ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, E ഡാഷ്. ആൻഡ് ദെൻ വാട്ട് വിൽ ബൈ E ഡാഷ് ബി, ആൽഫ. വാട്ട് ഈസ് ആൽഫ, 0E0S E ഡാഷ് ബാർ എപ്സിലോൺ. ഇത്രയേ ഉള്ളൂ. 1.5 മാർക്ക് സുഖമായിട്ട്, അല്ല 1.5 മാർക്കല്ല, ഒരു അര മാർക്ക് സുഖമായിട്ട് കൈ കിട്ടും. കാരണം നമ്മുടെ ഡെഫിനിഷനും റിമൂവലും ഒക്കെ ഉണ്ട്, ലൈനും മാർക്കുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെക്ഷൻ വരുന്നത് ഏതാണ്, അടുത്ത എസിൻ്റെ ഒരു പ്രൊഡക്ഷനോട് വരുന്നുണ്ട് അല്ലേ. S gives S11 bar 1. ഓക്കെ, അതിലെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മളുടെ ആൽഫ എന്താണ് നോക്കിക്കേ, നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ഇതും നമ്മളുടെ ബീറ്റ ഇതുമാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എ ആൽഫ ബാർ ബീറ്റ ആണല്ലോ.
ഇപ്പോൾ നമ്മൾക്കിങ്ങനെ പ്രൊഡക്ഷൻ തരുമ്പോഴത്തേനും ആദ്യമേ നിങ്ങൾ നോക്കണം. ഇപ്പോൾ റിമൂവ് ലെഫ്റ്റ് റിക്കർഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താലും ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻ ഹാവ് ലെഫ്റ്റ് റിക്കർഷൻ. അല്ലാണ്ട് നമ്മൾ പ്രൊഡക്ഷൻ തന്ന ഉടനെ ചാടി കയറി ഈ ഫോർമുല യൂസ് ചെയ്തേക്കരുതേ. അപ്പം എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്? എസ് ഗിവ്സ് ബീറ്റ എന്താണ്? 1 ആണ് അല്ലേ. 1 എസ് ഡാഷ് നമ്മളുടെ പുതിയ പ്രൊഡക്ഷൻ. എസ് ഡാഷ് ഗിവ്സ് എന്താണ്? 1 എസ് ഡാഷ് ബാർ എപ്സിലോൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു ഗ്രാമറിൽ നിന്നും ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അൽഗോറിതം ഫോർ ലെഫ്റ്റ് ഫാക്ടറിങ് ആൻഡ് ഡു ദ ലെഫ്റ്റ് ഫാക്ടറിങ് ഫോർ ദ ഫോളോയിങ്. വാട്ട് ഇസ് ലെഫ്റ്റ് ഫാക്ടറിങ്? നമ്മൾ എന്തെങ്കിലും കോമൺ പ്രിഫിക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രൊഡക്ഷനിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ലെഫ്റ്റ് ഫാക്ടറിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് ഫാക്ടറിങ്ങും ലെഫ്റ്റ് റിക്കർഷനും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. എവിടെയും എഴുതി വെച്ചോണം, സിൻസ് രണ്ടും സെയിം മോഡ്യൂളുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഫാക്ടറിങ് എങ്ങനെയാണ്? ഇത് കണ്ടോ, നോക്കിക്കേ. നമ്മളുടെ ഒരു പ്രൊഡക്ഷനകത്ത് കണ്ടോ കോമൺ എലമെൻറ്റ്സ് കണ്ടോ? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങനെയുള്ള കോമൺ പ്രിഫിക്സസിനെ നമ്മൾക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനെസസറി കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഫാക്ടറിങ് എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഐ എം ഹാവിങ് എ പ്രൊഡക്ഷൻ എ ദാറ്റ് ഈസ് ഹാവിങ് ആൽഫ B1 and alpha B2. How can I rewrite my production to remove the left factoring? A gives alpha A dash, that is my new production. ഒരു പുതിയ പ്രൊഡക്ഷൻ A dash ഞാൻ എടുക്കും. And my A dash will give beta 1 and beta 2. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്താണ്? എസ് ഗിവ്സ് എ ബി എ എ ബാർ എ ബി. ഇതിനകത്ത് എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്നത് നമ്മളുടെ ആൽഫയാണ് അല്ലേ. രണ്ടിടത്തും ആൽഫയുണ്ട്. ഇതെൻ്റെ ബീറ്റ 1ഉം ഇവിടെ ഒന്നും ഇല്ല അല്ലേ, എപ്സിലോൺ. അപ്പോൾ നമുക്ക് എടുക്കാം ആസ് ബീറ്റ 2. അപ്പം എങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക? എങ്ങനെ എഴുതുക? എസ് ഗിവ്സ് എ ബി, നമ്മളുടെ ആൽഫ എ ബി എസ് ഡാഷ്. ഓക്കെ, പുതിയ പ്രൊഡക്ഷൻ. ആൻഡ് എസ് ഡാഷ് എന്താണ്? നമ്മളുടെ ബീറ്റ 1 ആൻഡ് ദെൻ മൈ ബീറ്റ 2. അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പ്രൊഡക്ഷൻ എടുത്തേ. എ ഗിവ്സ് എ ബി എ ബാർ എ ബി. ഇപ്പം ഇതെങ്ങനെ എഴുതുക? നമുക്ക് ഇവിടെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ആൽഫയും ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ 1. ദിസ് ഇസ് മൈ ആൽഫ. എഗൈൻ ഇവിടെ നമുക്കൊരു ബീറ്റ 2 ഇല്ല, സോ വിച്ച് മീൻസ് ഇറ്റ് ഇസ് എപ്സിലോൺ. സോ ഹൗ വിൽ ഐ റൈറ്റ് ഇറ്റ്? എ ഗിവ്സ് ആൽഫ. വാട്ട് ഇസ് ആൽഫ? എ ബി എ ഡാഷ്. A dash gives A bar എപ്സിലോൺ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാമർ കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഫാക്ടറിങ് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്.